ഹലോ ഗൈസ്, നമ്മള് പത്തനാപുരം എഞ്ചിൻകാരേക്ക് ആഷിഖാണ്. ആഷിഖ് ടെക് വ്ലോഗിൽ നിന്നും ആഷിഖാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മള് ഒരുപാട് വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ബൈക്ക് ആയാലും ശരി, സ്കൂട്ടി, കാറ്, ലോറി, ജീപ്പ്, അങ്ങനെ ഒരുപാട് ഇരിക്കുന്നത്. അപ്പൊ ഈ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മൾ കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മുടെ വണ്ടിയിൽ തട്ടുമുട്ടി ഒരു സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളകി പോയാൽ അത് എന്ത് ചെയ്യണം? നമുക്ക് റിപ്പയർ ചെയ്യാം. പക്ഷെ ഈ റിപ്പയർ ചെയ്യുന്ന സാധനം ഒരാളടുത്ത് ചോദിച്ച് മേടിക്കാൻ എന്ത് ചെയ്യും? നമുക്ക് അറിയത്തില്ല. എന്ത് സാധനം തരേണ്ടത്, ടൈറ്റ് ചെയ്യേണ്ടത് എന്താണ് എന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. സ്കൂട്ടർ വയർ അങ്ങനെയൊക്കെ പറയാൻ അറിയാം. അതിനപ്പുറത്തേക്ക് നമ്മൾ ചില വണ്ടിയെ പറ്റി അത്യാവശ്യം ധാരണ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഒരു ടൂൾസുകളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ടൂൾസുകളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വരുന്നത്. അപ്പം നമുക്കറിയാം, ഇതാണ് നമ്മുടെ മൊയ്തീരെ അങ്ങ് സ്പാനർ എടുത്തെന്ന് പറയുന്ന ആ സ്പാനറാണിത്. റിംഗ് എന്ന് പറയും. നമ്മുടെ ഈ വണ്ടികളുടെ ബോൾട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ അഴിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും സെക്യൂർ ആയിട്ട് ബോൾട്ട് അഴിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അപ്പം ഇതിന് ശേഷം ഞാൻ വേറെ പരിചയപ്പെടുത്താം. ഇത് റിംഗ്. ഇത് പല പല സൈസുകളുണ്ട്. അപ്പൊ ചെറിയ സ്പാനർ എടുത്തേ, വലിയ സ്പാനർ എടുത്തേ എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇതിൽ ഒരുപാട് സൈസുകളുണ്ട്. 30, 32 മുതൽ 8, 7, 6, 5, 4, 2 എന്നൊക്കെ പറയുന്ന പല സൈസുകളിൽ. ഇതിപ്പോ ഏറ്റവും സൈസ് വലുതാണ്. അപ്പം ഏറ്റവും ആളുകൾക്ക് നമ്മുടെ ബൈക്കുകളോ കാറുകളിലൊക്കെ ഏറ്റവും യൂട്ടിലൈസ് ചെയ്യുന്ന സംഭവം ഇതാണ്. നമ്മുടെ ബാറ്ററിയുടെ ടെർമിനലൊക്കെ ലൂസ് ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ നമ്മൾക്ക് എടുക്കാൻ കഴിയുന്ന ഒരു ടൂളാണ് എന്ത് ചെയ്യാ, ഈ സ്പാനർ. ഇത് 10ന്റെ ആണ്. നമുക്കിതിൽ നിങ്ങൾക്ക് ക്ലോസപ്പ് ചെയ്ത് അറിയാൻ പറ്റും. ഇതിൽ എഴുതിയിട്ടുണ്ട് 10 mm, 11 mm. എന്ന് വെച്ചാല് ഈ ഒരു ഭാഗം 10ഉം ഈ ഒരു ഭാഗം 11ഉമാണ്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ഒരു അറിവുണ്ടല്ലോ. ഇപ്പൊ ഈ സ്പാനർ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾക്ക് നമ്മുടെ ബോൾട്ടുകളുടെ സൈസ് അനുസരിച്ച് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് തന്നെ നമ്മുടെ ഡബിൾ എൻഡ് എന്ന് പറയുന്നത് സ്പാനർ തന്നെയാണ് ഈ സംഭവം. ഇത് ഡബിൾ എൻഡ് എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യാ, റിംഗ് സ്പാനർ കയറാൻ കഴിയില്ല. ആ ഭാഗത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്പാനറാണ് ഡബിൾ എൻഡ് എന്ന് പറയാം. അപ്പൊ ഇതിലും പല പല സൈസുകളുണ്ട്. എന്താ വെച്ചാല് 30 മുതൽ ഏറ്റവും കുറഞ്ഞത് 2, 6, 4, 2 എന്ന് പറയുന്ന ആ പാറ്റേണിൽ എന്ത് ചെയ്യാ, ഈ സംഭവം ഉണ്ട്. അപ്പം ഇത് അവർ റിംഗ് സ്പാനർ ആയിട്ട് ഡബിൾ എൻഡ് ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ വരുന്ന സ്പാനർ ടൈപ്പിൽ തന്നെ വരുന്ന വേറെ ഐറ്റം ആണ് കോമ്പി സ്പാനർ. എന്ന് വെച്ചാൽ ഇതില് ഒരു പ്രത്യേകത എന്ന് വെച്ചാല് രണ്ടിടത്തും ഒരേ അളവുകളായിരിക്കും. ഇപ്പം ഇത് 8 ആണെങ്കിൽ ഇത് 8 ആണ്. കാരണം ഇത് കോമ്പിയാണ്. ഒരേ സമയം നമുക്ക് 2 സ്പാനർ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു സൈഡിൽ അടിക്കാൻ കഴിയുന്നതും ഒരു സൈഡിൽ അടിക്കാൻ കഴിയാത്തതുമായ ഭാഗത്തേക്ക് നമുക്ക് ഈ സ്പാനർ ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. ഇപ്പൊ ഡബിൾ എൻഡ് ഒരു സംഭവത്തിൽ ഇങ്ങനെ ഉപയോഗിക്കുകയും അല്ലാത്തത് നമുക്ക് കയറ്റി ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം ഒരേ കാര്യത്തിന് ഈ സ്പാനർ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വരുന്ന സംഭവം എന്ന് പറയുന്നത് നമുക്ക് വരുന്നത്, അപ്പം നമുക്ക് ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ, നമ്മളെല്ലാ ആളുകളുടെയും വീട്ടിലുള്ളതാണ് സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്ന സംഭവം. പക്ഷെ ഈ സ്ക്രൂ ഡ്രൈവർ പല ടൈപ്പ് സാധനമുണ്ട്. സ്റ്റാർ ഉണ്ട്, മൈനസ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റാർ എന്താന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത്യാവശ്യം നോളജ് ഇല്ലാത്ത അല്ലെങ്കിൽ വണ്ടിയുടെ ടൂൾസിനെ പറ്റി നോളജ് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ബാക്കിയുള്ളവർ നമ്മളെ പോളാൻ വരുന്നത്. അപ്പൊ നിലവില് ഈ സ്റ്റാർ മൈനസ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതാണ്. നിങ്ങൾ ഡിഫറൻസ് ശ്രദ്ധിച്ചോ? ഇതൊരു സ്റ്റാർ ആണ്. ഇതിന്റെ ഒരു ഷേപ്പിങ്ങിന്റെ രീതിയും ഇതിൽ ഉപയോഗിക്കുന്ന സ്ക്രൂവും സ്റ്റാർ ആയിരിക്കും, അതിനെ അഴിക്കാൻ വേണ്ടിയുള്ളതും. ഇത് മൈനസ് ആണ്. ഇത് പലരും ഡിഫറെന്റ് വേ ഉണ്ട്. അതായത് പല ടൈപ്പുകളുണ്ട്, ചെറുത്, വലുത്. ഇപ്പം അഡാപ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഉണ്ട്. ഓരോ സൈഡിൽ തന്നെ സ്റ്റാർ മൈനസ് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് നമുക്ക് ബേസിക് ആയിട്ട് അറിയാം. സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ, നമ്മുടെ ഏതെങ്കിലും ബോംബറിന്റെ ഏതെങ്കിലും സ്ക്രൂ ലൂസ് ആവാനെ ടൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇതിൽ സ്റ്റാറും ഉണ്ട്, മൈനസും ഉണ്ട്. അപ്പൊ ഈ ചില ആളുകൾക്ക് അത് എന്താണെന്ന് അറിയാതെ സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഇതാന്ന് പറയുമ്പോൾ അപ്പം അത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റാറും മൈനസും നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ പ്ലെയർ ആണ്. അപ്പൊ പ്ലെയർ എന്ന് പറയുന്ന സംഭവം അറിയാലോ, ഒരുപാട് പ്ലെയറുകളുണ്ട്. അപ്പൊ അതില് കട്ടിംഗ് പ്ലെയർ ഉണ്ട്, ഗ്രിപ്പ് പ്ലെയർ ഉണ്ട്, നോസ് പ്ലെയർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡബിളിന്റെ പ്ലെയർ ഉണ്ട്, റിംഗ് പ്ലെയർ ഉണ്ട്, അങ്ങനെ പല പല പ്ലെയറുകളുണ്ട്, കട്ടിംഗ് പ്ലെയർ ഉണ്ട്. അപ്പം ഇത് നമ്മുടെ വീട്ടിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. ഇതിന്റെ യൂസ് എന്ന് പറയാൻ നമുക്ക് ക്ലിപ്പുകൾ ഉപയോഗിക്കാം. അതേപോലെ ചെറിയ കമ്പികളൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ ചില സാധനങ്ങളൊക്കെ നമുക്ക് വലിച്ചെടുക്കാൻ കഴിയുന്നതൊക്കെ വലിച്ചിറക്കാം. ഓളിന്റെ ഗ്യാപ്പൊക്കെ അഴിച്ചെടുക്കാൻ, ടൈറ്റ് ആണ് അഴിച്ചെടുക്കാം. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് ഞാൻ പറയുന്നത്
നോയ്സ് പ്ലെയർ എന്ന് വെച്ചാൽ ഇതിന്റെ നീളം മറ്റു പ്ലെയറിനെ അപേക്ഷിച്ച് ഇതിന്റെ നീളം കൂടുതലായിരിക്കും. അപ്പൊ ഇൻ കേസ് ഒരു കുഴിയിലിരിക്കുന്ന ഒരു സാധനത്തെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ അതിലേക്ക് കയറിപ്പോവും, ഗ്യാപ്പുകളിലേക്കെല്ലാം എന്ത് ചെയ്യും സാധനം കയറിപ്പോവും. അങ്ങനെ ഉള്ള ടൈപ്പ്. അതേപോലെ തന്നെ വയർ കട്ടർ എന്ന് പറയുന്ന സംഭവം, ഇത് വയർ കട്ടറാണ്. അപ്പം ഇത് മറ്റൊരു വ്യത്യാസം, നമുക്ക് വയർ ഈ സ്പേസിൽ കയറ്റിയിട്ട് ചെറുതായിട്ട് അമക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലൂപ്പ്, അതായത് കട്ടായി വരും, ലൂപ്പായി വരും. അപ്പം കട്ടായി വരും. അപ്പം ആ ഒരു സാധനത്തിന് ഉപയോഗിക്കാനുള്ളതാണ് സംഭവം. പിന്നെ പല പല ഞാൻ പറയില്ലേ പ്ലെയറുകൾ ഒരുപാട് ടൈപ്പുകളുണ്ട്. അപ്പൊ അതിൽ ഒരു ഒന്നിലധികം വരുന്ന പല പല ടൈപ്പുകളിലുള്ള പ്ലെയർ ആണ്. നീളം ചെറുതും വലുതും കോമൺ യൂസ് ആണ് വരിക. അപ്പം പിന്നെ ഉള്ളത് ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയത്, ഇത് നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ ഫിൽട്ടർ റേഞ്ച് ആണ്. അപ്പം ഇത് വലുതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ടെക്നിക്കലായിട്ടുള്ള അറിയുന്ന ആളുകൾക്ക് യൂസ്. പിന്നെ ഉള്ളത് നമുക്ക് ഇതാണ് ഫ്ലവർ കീ എന്ന് പറയുന്ന സാധനം. നമ്മുടെ വീട്ടുകളിലൊക്കെ വാഷിംഗ് മെഷീൻ ആയാലും ചില ടി വികള് അല്ലെങ്കിൽ ചില എക്യുപ്മെന്റ്സ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലൊക്കെ ഈ ഒരു സംഭവമായിരിക്കും. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫ്ലവർ കീ ഉണ്ടെങ്കിൽ മാത്രമേ അഴിക്കാൻ കഴിയൂ. ഫ്ലവർ കീ അതോടൊപ്പം തന്നെ LN കീ. ഇപ്പൊ ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് അഴിക്കാൻ കഴിയും. അപ്പം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഉള്ളത് ഹാമർ ഒക്കെയാണ്. ഇത് പിന്നെ ഈ ഹാമർ വ്യത്യസ്തമാണ്, റബ്ബർ ഹാമർ ആണ് നമ്മുടെ വീട്ടില്. പിന്നെ ഹാമറിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഉണ്ടല്ലോ അധികം. പിന്നെ ഇത് ചില്ലസ് ആണ്, നമുക്ക് വെട്ടി അഴിക്കാൻ കഴിയുന്ന. ഇതൊക്കെ ബേസിക് നോളജ് ആണ്. ഇതൊക്കെ നമ്മൾ നോർമലി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതൊരു വ്യത്യസ്ത തലത്തിലുള്ളതാണ്. ഇത് നമുക്ക് വാഹനത്തിന്റെ ബ്രേക്ക് ഫ്ലൂയിഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പേസിൽ കൂടെ കയറ്റിയിട്ട് അവിടെ ഇറങ്ങി അഴിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ അഴിക്കാൻ കഴിയുന്ന ഒരു സ്പാനർ ആണ്. അപ്പം പിന്നെ ഉള്ള കുറെ സ്പെഷ്യൽ ടൂളുകളാണ്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇനി ഉടനെ വരുന്നതാണ്. അപ്പം അതുവരെ ഒരു ബൈ.